മുതിർന്ന അഭിഭാഷക ലിസ് മാത്യുവിനെ കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. അഭിഭാഷക പ്രീത അരവിന്ദൻ കൃഷ്ണമ്മയെയും കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പറയൂ, ആരൊക്കെ ഈ പട്ടികയിലുണ്ട്? കേരള ഹൈക്കോടതിയിലേക്ക് 2 അഭിഭാഷകരെയാണ് ജഡ്ജിമാരായി നിയമിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇന്നാണ് ഈ കൊളീജിയം യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് 2 പേർ, ലിസ് മാത്യു, മുതിർന്ന അഭിഭാഷകയായിട്ടുള്ള ലിസ് മാത്യുവും അതുപോലെ തന്നെ പ്രീത അരവിന്ദൻ കൃഷ്ണമ്മ, ഈ 2 പേരെയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള ശുപാർശ ഉണ്ടായിരിക്കുന്നത്. ലിസ് മാത്യു ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുകയും തുടർന്ന് സുപ്രീം കോടതിയിൽ പ്രാക്ടീസും ചെയ്തിരുന്നു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെയും അതുപോലെ തന്നെ മുൻ അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന്റെയും ജൂനിയറായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 2011 മുതൽ 2016 വരെ കേരള സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം 2024 ജനുവരിയിൽ അവർ മുതിർന്ന അഭിഭാഷകയായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായി നിയമിക്കാനുള്ള ശുപാർശ കൊളീജിയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.